എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു സ്വീറ്റ് ഐറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ കിങ് ഓഫ് സ്വീറ്റ് എന്നും പറയാം, അതായത് ബാദുഷ. സോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റി ആയിട്ട്. അതേപോലെ ആ സ്കിന്ന് കണ്ടാൽ തന്നെ അറിയാം അതൊരു ക്രഞ്ചിനെസ്സും ഉണ്ട്, ചെറിയ ക്രിസ്പിനെസ്സും ഉണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും ബാദുഷയുടെ ഒരു ഏറ്റവും വലിയ ചാലഞ്ച് ഉള്ളിൽ വേവാത്ത ഒരു പ്രശ്നമാണ്. സോ ചെറിയ ചെറിയ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നല്ലോണം കാണുക. അപ്പോൾ ആ ചെറിയ ചെറിയ ടെക്നിക്സ് നിങ്ങൾ ശരിയാക്കിയാൽ ഇതേപോലത്തെ ബാദുഷ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് മൈദ ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഒരു കപ്പ് മൈദ ഫ്ലോറിന് 1.5 കപ്പ് പഞ്ചസാര നമുക്ക് വേണം. ഏത് കപ്പ് കൊണ്ട് മൈദ ഫ്ലോർ എടുത്തിനോ അതേ കപ്പ് കൊണ്ട് പഞ്ചസാര നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 to 3 ടേബിൾ സ്പൂൺസ് ഓഫ് ബട്ടർ വേണം. കണ്ടല്ലോ, അത് റൂം ടെമ്പറേച്ചറിൽ വേണം. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ നമുക്ക് ഡീപ് ഫ്രൈന് വേണ്ട ഓയിൽ വേണം. സോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ നമ്മളെ മൈദ ഫ്ലോർ ഇട്ടു. സോ മൈദ ഫ്ലോറിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, പിന്നെ അതേപോലെ നമ്മളെ ബേക്കിംഗ് പൗഡർ 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മളെ ബട്ടർ. സോ ബട്ടർ ശരിക്കും നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഈ ബട്ടർ ചേർക്കുന്നത് കൊണ്ട് ഉള്ള ഭാഗമെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ എടുത്താൽ, ഞാനിപ്പോൾ കഷ്ടപ്പെടുന്ന മാതിരി നിങ്ങൾ കുറച്ചും കൂടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ഉറച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ അത് നല്ലോണം പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ നിങ്ങൾ വെള്ളമൊഴിച്ച് കൊയ്ക്കുന്നതിന് മുമ്പേ ആയിട്ട് ഇത് നല്ലോണം നമ്മൾ എല്ലാ മാവിനും ഒന്ന് അരിഞ്ഞ് ചേർന്ന മാതിരി നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വെള്ളമൊഴിച്ച് കുഴക്കാൻ. പിന്നെ ലേശം ലേശം വെള്ളമൊഴിച്ച് കുഴക്കുക. ഓൾറെഡി ബട്ടർ ഇല്ലത് കൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് അലിഞ്ഞ് കിട്ടും, മാവ് പോലെ അലിഞ്ഞ് കിട്ടും. അതുകൊണ്ട് തന്നെ ചെറുങ്ങനെ വെള്ളമൊഴിച്ച് ചേർക്കണം. പിന്നെ അഥവാ വെള്ളം അബദ്ധത്തിൽ കുറച്ച് ജാസ്തി ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ 1-2 സ്പൂണ് മൈദ ചേർത്താൽ മതി, അത്രയേ ഉള്ളൂ. സോ ഇതുപോലെ ഈ കൺസിസ്റ്റൻസിൽ നമ്മളെ മാവ് റെഡിയാക്കണം. ജസ്റ്റ് 10 മിനിറ്റ് ഞാൻ സൈഡ് വെക്കുന്നുണ്ട്. അത് റെസ്റ്റിംഗ് ടൈം ഒന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിറപ്പാക്കി എടുക്കണം, ഷുഗർ സിറപ്പ്. അതുകൊണ്ട് ആ 10 മിനിറ്റ് ഞാൻ സൈഡ് വെക്കുന്നുണ്ട്. സോ ഇവിടെ ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ബൗളിന് 1.5 ബൗളിൻ്റെ പഞ്ചസാര, പിന്നെ ഒരു അര ബൗൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഷുഗർ സിറപ്പ് സ്ട്രിങ് കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ലോണം തിളച്ചെടുക്കണം. ഇപ്പോൾ കണ്ട പഞ്ചസാര എല്ലാം അലിഞ്ഞിട്ടുണ്ട്, പക്ഷെ പാവ് സ്ട്രിങ് കൺസിസ്റ്റൻസി ഇനിയും വന്നിട്ടില്ല. അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സോ ഇത് ഞാൻ ആദ്യമേ വെക്കുന്നത് എന്തുകൊണ്ട് തന്നെ പറഞ്ഞാൽ, നമ്മളെ ഈ ഷുഗർ സിറപ്പ് കുറച്ച് ചൂടില്ലപ്പോൾ തന്നെ, ബാദുഷ ചൂടായപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഇടണം. അപ്പോഴേ അതൊന്ന് വലിച്ച് ഉള്ളിലെല്ലാം ഷുഗർ കൊള്ളൂലു. അതുകൊണ്ട് തന്നെ ഞാൻ ബാദുഷ ഉണ്ടാക്കുന്ന പ്രോസസ്സും കൂടി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഷുഗർ ഇനിയും നമ്മളത് തിളക്കുന്നുണ്ട് സ്ട്രിങ് കൺസിസ്റ്റൻസിയിലേക്ക് ഒരു സ്റ്റവിൽ. രണ്ടാമത്തെ സ്റ്റവിൽ ഞാനിവിടെ ഓയിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് ചൂടാവാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ടിപ്പ്. ബാദുഷ ഉണ്ടാക്കാൻ ഒരിക്കലും നിങ്ങൾ എണ്ണ സ്റ്റവ് നീട്ടരുത്. ഫുൾ ബാദുഷ നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് ചെയ്യണം. ഇതിൻ്റെ എണ്ണ പറയുമ്പോൾ കുറച്ച് നല്ലോണം ഒഴിക്കണം, ബിക്കോസ് നമ്മൾ അടിയിലിട്ട ബാദുഷ മേലേക്ക് പൊന്തി വരണം. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ മാവ് എടുത്തു. മാവ് നിങ്ങൾ റോളറോ പിന്നെ എക്സ്ട്രാ പൊടിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി നിങ്ങൾ ഒന്ന് പരത്തുക, പിന്നെ അതൊന്ന് മടക്കിയിടുക. ഇത് ഇടുന്ന കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലെയേഴ്സ് ഫോം ആവും. നമ്മുടെ സ്വീറ്റ് ഷോപ്പിൽ കിട്ടുന്ന ബാദുഷ എല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഉള്ളിലെല്ലാം ചെറിയ ലെയേഴ്സ് പോലെ കാണില്ലേ നിങ്ങൾക്ക്, ഒരു ലെയർ മാതിരി മാവ് അതുപോലെ ഫോം ആവാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യൽ. അഥവാ നിങ്ങൾ കൈകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ട് മുറിച്ച് ഇങ്ങനെ ലെയേഴ്സ് ആയിട്ട് ഇടുക. കണ്ടല്ലോ, അധികം പ്രസ് ചെയ്യരുത്, ഒന്ന് മുറിക്കുക, ഇടുക. സോ ഇങ്ങനെ നിങ്ങൾ ഒരു 5-10 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ലെയർ കാണും. കണ്ടോ, മൈദ മാവിൻ്റെ ആ ഒരു ലെയേഴ്സ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റോളം നിങ്ങൾ ചെയ്താലോ അത്രയും നല്ലത്. പിന്നെ ഞാൻ അധികം ഇതിനെ പ്രസ് ചെയ്യാണ്ട് മെല്ലെ മാവിനൊന്ന് റൗണ്ട് ആക്കിയിട്ട് നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ. നമ്മളെ ഉള്ളിൽ ചെയ്ത ആ ലെയേഴ്സ് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവണമെങ്കിൽ അതിൽ തീരെ പ്രസ്സിങ് കൊടുക്കരുത്. നല്ല ഒരു വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്ത്
ഞാൻ ബാദുഷാന് വേണ്ടി ആവശ്യമില്ല ഒരു ചെറിയ ചെറിയ പോർഷൻസ് മുറിച്ചെടുക്കുന്നുണ്ട്. സോ ഈ പോർഷൻസ് പറഞ്ഞാൽ ചെറുങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷെ അതെന്ന് വെച്ചാൽ വെന്ത് വരുമ്പോൾ കുറച്ചും കൂടി വലുത് വരും. പിന്നെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് വേണമെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ഇത് മടക്കി വെക്കാം. മടക്കി ഇങ്ങനെ റൗണ്ടായിട്ടാക്കി നടുക്കൊരു കുത്ത് ഇതുപോലെ. സോ അതിൻ്റെ തന്നെ പിന്നെയും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു എയർ ബബിളിൻ്റെ ഫീൽ ചെയ്യും ഉള്ളിൽ. നിങ്ങൾ ആ വിരലിനെ ഒരു എയർ കൊള്ളുന്ന മാതിരി ഫീൽ ചെയ്യും. അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബാദുഷ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്ന് അർത്ഥം. അതായത് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അത് നല്ല കറക്റ്റായിട്ട് വരും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക, തിരിച്ചും പ്രസ് ചെയ്യുക. സോ മൂന്നാമത്തെ പ്രസ്സിന് നിങ്ങൾക്ക് ഒരു എയർ ബബിൾ ഫീൽ ചെയ്യും. സോ ഇതുപോലെ അപ്പോൾ ലെയേഴ്സ് ഉറപ്പായിട്ട് ഉള്ളിൽ ഫോം ആയിട്ടുണ്ടെന്നില്ലേ ഒരു സൂചനയാണത്. ഇതുപോലെ എല്ലാ ബാദുഷയും ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു ബൗൾ മൈദക്ക് എനിക്ക് ഒരു 10ഓളം ബാദുഷ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസാണ്, പക്ഷെ അത് വെന്ത് വരുമ്പോൾ നല്ല വലിയ സൈസാണ്. ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ, 5 തൊട്ട് 8 മിനിറ്റ്. നിങ്ങൾ എണ്ണ കാണുന്നുണ്ടല്ലോ, ഒരു ചെറിയ ബബിൾ ബോട്ടമിൽ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിരൽ വെച്ച ആ ഹീറ്റ് നിങ്ങൾ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതായത് നിങ്ങൾക്ക് ആ ഹീറ്റിൽ വിരൽ വെക്കാൻ പറ്റണം. അത്രേ ഹീറ്റ് പാടുള്ളൂ. ആ ഹീറ്റിൽ തന്നെ നമ്മൾ ഈ ബാദുഷ ഒന്ന് ഇടണം. ഇടുമ്പോൾ ആ കനം കൊണ്ട് അത് താഴെ പോയി അടിയിലിങ്ങനെ ബാദുഷ എല്ലാം അടിയിലിങ്ങനെ കിടക്കും. സോ അത് പിന്നെ ഒന്നും ടച്ച് ചെയ്യേണ്ട. നിങ്ങൾ ഒരു 5 മിനിറ്റ് എടുക്കും അത് മേലേക്ക് പൊന്തി വരാം. മേലേക്ക് പൊന്തി വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏകദേശം പാതി ബാദുഷ വെന്ത് കിട്ടിയിട്ടുണ്ട്, അടിയിൽ നിന്ന് പാതി ബാദുഷ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ കണ്ടല്ലോ, ഇതുപോലെ ജസ്റ്റ് വിടുക, വിട്ടിട്ട് ഒന്നും ടച്ച് ചെയ്യണ്ട. സോ സ്റ്റവ് ഉണ്ട്, അത് സിമ്മിലുണ്ട്. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ടോട്ടൽ പ്രോസസ്സ് സിമ്മിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഷുഗർ സിറപ്പ് കണ്ടല്ലോ നല്ലോണം ബോയിലായി ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിന്. ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാ, വെള്ളത്തിൽ ഇതുപോലെ ഇട്ടാൽ നിങ്ങൾ അലിയില്ല. സോ അത് അതുപോലെ നിൽക്കും. സോ ഈ കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമ്മളെ ഷുഗർ സിറപ്പ് ഓഫ് ചെയ്യാം. സോ നമ്മളെ ബാദുഷ ആയി കിട്ടാൻ ഒരു 10 തൊട്ട് 12 മിനിറ്റ് 15 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൻ്റെ ചൂട് എന്തായാലും കുറയില്ല. എന്താ പറഞ്ഞാൽ നല്ല തിളച്ച് വന്ന ചൂടിലായതില്ല, അതുകൊണ്ട് ഈ ചൂട് കുറയില്ല. അതേ ചൂടിൽ തന്നെ നമ്മൾ ഇടണം. കണ്ട, നമ്മളെ ബാദുഷ എല്ലാം ഒന്ന് പൊന്തി കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിൻ്റെ അർത്ഥം പാതി ബാദുഷ ബാക്ക് സൈഡിൽ നിന്ന് പാതി ബാദുഷ വെന്ത് കിട്ടിയിട്ടുണ്ട് എന്ന്. സോ മെല്ലെ ഒരു ഫോർക്കോ സ്പൂണോ യൂസ് ചെയ്ത് ഇതുപോലെ നമ്മൾ മെല്ലെ തിരിച്ചിടണം. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നില്ല, ഒരു ചെറിയ സൈസിൻ്റെ ഒരു വലിപ്പം കൂടിയ മാതിരി. അതാ പറഞ്ഞ് ഇനി കുറച്ചും കൂടി ഒന്ന് വെന്തിട്ട് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിലിടുമ്പോൾ സൈസ് കുറച്ചും കൂടി കൂടും. ഇതുപോലെ ഫുൾ പ്രോസസ്സ് ഞാൻ പറഞ്ഞ മതി സിമ്മിൽ തന്നെ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ചെയ്യുക. കുറച്ച് കളർ മാറി വരും. ഇത് കണ്ട, ഇത് രണ്ടാമത്തെ സ്റ്റേജിൽ കുറച്ച് കളർ മാറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിന് ആകെ കൂടി നമുക്ക് വേണ്ടത് ഒരു ഈ കാച്ചാനില്ല ഒരു സമയം, ഈ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട ഒരു സമയം, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. കണ്ടല്ലോ, ഇതുപോലെ. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു കീറൽ മാതിരി കാണുന്നുണ്ടല്ലോ, ഇറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് സൈൻ. അത് നല്ല സൂചനയാണ്. അതായത് ബാദുഷ കറക്റ്റായിട്ട് വേവുന്നുണ്ട്, ഉള്ളിലെല്ലാം വെന്ത് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. കണ്ടല്ലോ, നമ്മളത് നല്ല ഗോൾഡൻ ബ്രൗണിൽ ബാദുഷ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരേ പ്രാവശ്യം എടുക്കരുത്. എന്താ പറഞ്ഞാൽ നമ്മൾ ഇട്ടപാട് ഒന്ന് ഷുഗർ സിറപ്പ് നല്ലോണം അതിന് കൊള്ളുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചും മറിച്ചു വിടണം. അതുകൊണ്ട് തന്നെ ഓരോന്നോ രണ്ടായിട്ടോ നമ്മൾ മാറ്റിയെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. എടുത്ത പാടും ഒരു പ്രാവശ്യം മുന്നിലും പിന്നിലും ആയിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് ആ ചൂടിൽ തന്നെ അതൊന്ന് ഒബ്സർവ് ആയി കിട്ടും. പിന്നെ ഇതുപോലെ ഈ രണ്ടെണ്ണം നിങ്ങൾ ബാദുഷ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു എന്താ പറയുക ക്രാക്സ് പോലെ കാണുന്നുണ്ടല്ലോ, അതാണ് പെർഫെക്റ്റായിട്ട് ബാദുഷ ആവേണ്ട ഒരു രീതി. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഫോർ ഷുവർ വെന്തിട്ടുണ്ടാവും. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഉള്ളിലത്തെ ഭാഗം ഇതുപോലെ. പിന്നെ ഈ ബാദുഷ ഒന്നിങ്ങനെയെല്ലാം നമ്മൾ ഷുഗർ സിറപ്പിൽ മുക്കിയതിന് ശേഷം ഒരിക്കലും തുടരുത്. ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ തന്നെ അടക്കും വേണ്ട, ഇതേപോലെ തുറന്നിട്ട് വെക്കുക. ആ ഒരു ഒന്ന് കുണ്ടുപോലെ ആക്കിയിട്ടുണ്ടല്ലോ ഒരു ചെറിയ, അതിൻ്റെ സ്ഥലത്തെല്ലാം ഒന്ന് നമ്മൾ നല്ലോണം ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. സോ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബാദുഷേൻ്റെ ഫൈനൽ സ്റ്റേജ് ഇതാണ്. കണ്ടോ, നല്ല ക്രിസ്പിനെസ്സും കാണുന്നുണ്ട്, അതേപോലെ സോഫ്റ്റ്നെസ്സും കാണുന്നുണ്ട്. നല്ല ഷുഗർ സിറപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ നമ്മളെ ബാദുഷ. ഇത് നമുക്ക്
5 തൊട്ട് ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സോറി സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം നമ്മളത്തെ ബാദുഷേൻ്റെ ഉള്ളിലത്തെ ഭാഗം. കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും മാവിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ടോ? മാവ് മാത്രം ഫീൽ ചെയ്യുന്ന മാത്രമല്ല, ഉള്ളിൽ മൊത്തം വെന്തിട്ട് ഷുഗർ സിറപ്പ് അടക്കം ഉള്ളിലേക്ക് നമുക്ക് കയറി പിടിച്ചിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ബാദുഷ എളുപ്പ പണിയാണ്, കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സ്വീറ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി സ്വീറ്റ് തിന്നുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കാണും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.